സ്മാർട്ട് ഫോൺ അവാർഡ്സ് ഇപ്പോൾ ഡിസംബർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ്, അതായത് മെയിൻ ആയിട്ടുള്ള പ്രോ ക്രിയേറ്റേഴ്സ് ഇപ്പം സ്മാർട്ട് ഫോൺ അവാർഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, മലയാളത്തിൽ വരെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയും അതുപോലത്തെ ഒരു സ്മാർട്ട് ഫോൺ അവാർഡ്സ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു റിയാക്ഷനാണ്. അവരുടെ വീഡിയോ കണ്ടിട്ട് ഫോൺ ഓഫ് ദ ഇയറും അതുപോലെ തന്നെ അങ്ങനത്തെ അവരുടെ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ കുറച്ച് പാർട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് അവർ പറയുന്ന ഫോൺ ഓഫ് ദ ഇയർ, പിന്നെ ഏറ്റവും ഉഡായിപ്പായിട്ടുള്ള ഫോൺ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, അല്ലാണ്ട് വീഡിയോ ഫുള്ള് നോക്കി റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അവരുടെ വീഡിയോയുടെ ആ ലെങ്ത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ടെക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാറില്ല, അപ്പോൾ ടെക്ക് വീഡിയോസൊന്നും അധികം വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്മാർട്ട് ഫോൺ അവാർഡ്സ് 2023 അടിച്ചാൽ മതി. ഓക്കെ, ഞാനിവിടെ യൂട്യൂബിൽ വന്നിട്ട് സ്മാർട്ട് ഫോൺ അവാർഡ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ സ്മാർട്ട് ഫോൺ അവാർഡ്സ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വരും. ഇവിടെ എനിക്ക് വന്നത് ഞാൻ നേരത്തെ നോക്കിയിട്ടുള്ളതുകൊണ്ടാണ്, നമുക്കറിയണമല്ലോ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. മെയിനായിട്ടുള്ള പ്രോ ക്രിയേറ്റേഴ്സ് മാർക്കസ് ബ്രൗൺലി, അതായത് MKBHD, പിന്നെ മിസ്റ്റർ ബോസ് ദ ബോസ്. ഓക്കെ, പിന്നെ സ്മാർട്ട് ഫോൺ അവാർഡ്സ് ആരാണ് നോക്കട്ടെ. ടെക് ബാർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവാർഡ്സ് ആയിട്ട് അങ്ങനെ ഇല്ല, എല്ലാവരും ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ആദ്യത്തെ ഈ ഒരു സ്മാർട്ട് ഫോൺ അവാർഡ്സ് രണ്ടെണ്ണം നമുക്ക് കാണാനുണ്ട്. പിന്നെ മലയാളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കാം. മലയാളത്തിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അത് മലയാളത്തിൽ ആരായിരിക്കുമെന്ന്. അപ്പോൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് പ്രതാപ് ജി ടെക് ബ്രോ ആണ്. ഓക്കെ, അപ്പം ആളുടെ വീഡിയോ തന്നെ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത്. അത്യാവശ്യം വ്യൂസ് ഉണ്ട്, ഇപ്പം ഏകദേശം 100K എത്തുന്നു. അപ്പോൾ നമുക്ക് മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ഫസ്റ്റ്? എന്തായാലും ഇംഗ്ലീഷ് നോക്കാം, അത് കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ബാക്ക് വന്നു. നമ്മുടെ 2 വീഡിയോസ് ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ മറ്റേ MKBHDയുടെ വീഡിയോ തന്നെ നോക്കാം. ഈ ബ്രോയിൻ്റെ വീഡിയോ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്. അതായത് ആ മേക്കിംഗ്, പിന്നെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ഫ്ലോ ഒക്കെ. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ മൊത്തം കാണുന്നില്ല, ജസ്റ്റ് നമുക്കിവിടെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ടാവണം. ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോൺ ഓഫ് ദി ഇയർ ഏതാണെന്ന് നോക്കാം. ആൾ പറയുന്നത് The biggest trophy of the night. Well, it's the same size as the other trophies, but it's the most important, it's the best one, it's the one you want to win. The MVP, the most valuable phone. Well, not actually valuable value-wise, but it's really just my favorite phone of the year. At the end of the day, it's come down to like, there are really good phones. അത്യാവശ്യം കുറേ വലിച്ചു നീട്ടുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കുറച്ച് സ്കിപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, Then the Pixel 7. So it's really got to deliver and be a great phone to be worthy of that. And it does. This phone has a great camera, not miles ahead of the rest like previous years, but still an incredible stills photo camera. My winner for MVP for phone year 2023 is going to iPhone. The Pixel 8. Well deserved. Big shout out. Pixel 8 ഗൂഗിളിൻ്റെ ടെൻസർ G2 ചിപ്പാണ്. അത്യാവശ്യം പ്രശ്നങ്ങളും ത്രോട്ടിലിങ്ങും ഒക്കെ ഉള്ള ചിപ്പാണ്. പിന്നെ മെയിനായിട്ട് തോന്നുന്നത് എയുടെ ആ ഒരു സെറ്റപ്പൊക്കെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. മറ്റേ ജനറേറ്റീവ് AI വെച്ചിട്ടുള്ള വാൾപേപ്പർ സെറ്റപ്പും പിന്നെ അവരുടെ ക്യാമറ വിഷയമാണ്. പിന്നെ അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ, അതിനെന്തായാലും നല്ലൊരു അവാർഡ് തന്നെ കൊടുക്കും. കാരണം പിക്സലിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏത് ബ്രാൻഡും. അതിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആളെന്തുകൊണ്ടാണ് പിക്സൽ 8 കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കി കൊണ്ട് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. Stepped it up over last year. So there's a bunch of things about this phone that are genuinely different from last year, but the headlining one, the one that matters the most, is it's $100 more expensive than the Pixel 7. So it's really got to deliver and be a great phone to be worthy of that camera. Not ഗ്രേറ്റ് ക്യാമറ എന്ന് പറയുന്നത്, പക്ഷേ നോട്ട് മച്ച്. But still an incredible stills photo camera. It has a dramatically better display. അടിപൊളിയാണ്. To 120 Hz. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. Flagship class 2000 nits. സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ It also has the same Tensor G3 chip as the Pro phone, which is several $100s more and also a flagship. And then just a ridiculous amount of software features. Again, matching the more expensive Pro phone. And it's promising now 7 years of software updates. അത് പറ അതുകൊണ്ടായിരിക്കണം 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം പിക്സൽ 8 പ്രോനെ ആള് ഫോൺ ഓഫ് ദ ഇയർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ആൾക്ക് അത് ഫോൺ ഓഫ് ദ ഇയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, പിക്സൽ 8 ഫോൺ ഓഫ് ദി ഇയർ, അതായത് ഇപ്പം ഈ വർഷത്തിൽ ഇറങ്ങി വെച്ച ഏറ്റവും ബെസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. മെയിനായിട്ട് നമുക്ക് AI കുറേ സംഭവങ്ങളുണ്ട്. സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. ഹാർഡ്വെയറിൽ അത് അത്യാവശ്യം വലിയ രസമൊന്നുമില്ല. ഓക്കെ,
പിന്നെ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് പിക്സലിൽ. ഇപ്പം ഞാനൊരു അവാർഡ് ഇതിന് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ബെസ്റ്റ് AI ഫോൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കാറ്റഗറി ഏത് നോക്കാം. ബെസ്റ്റ് ക്യാമറ ആൾ പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് ക്യാമറ ഏത് നോക്കാം. ബെസ്റ്റ് ക്യാമറ ഫോൺ ഉണ്ടോ? ഓക്കെ, ബെസ്റ്റ് ക്യാമറ ഫോൺ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. So next category, best camera in a smartphone in 2023. And this one I have a soft spot for just because I like cameras and you guys already knew that. But there's been a lot of really interesting stuff. ഒന്നില്ലെങ്കിൽ S23 Ultra അല്ലെങ്കിൽ iPhone 15 Pro Max, ഇതിൽ ഏതായിരിക്കും നമുക്ക് നോക്കാം. എനിക്കൊന്ന് S23 Ultra പറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ആ ഒരു സൂമിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് നോക്കാം. For 2023, ruffles feathers every time for some reason, but I really believe in this one. S23 Ultra അല്ല, അപ്പോൾ സാംസങ് ഫാൻസ് പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, എന്തായാലും ആൾ പറയുന്നത് ആൾക്ക് ബെസ്റ്റ് ഫോണായിട്ട് തോന്നിയത്, ബെസ്റ്റ് ക്യാമറ ഫോണായിട്ട് തോന്നിയിട്ടുള്ളത് iPhone 15 Pro ആണ്. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് 15 Proയിൽ വന്നിട്ടുള്ളത്. 3x ഒപ്റ്റിക്കൽ സൂമിന്, അതായത് 15 Pro Maxലാണ് നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട് ക്യാമറയിൽ. പക്ഷേ 15 Proയിൽ 3x വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു സെൻസർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയും പിന്നെ ഇതിൻ്റെ ഓരോ ഫോട്ടോസും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 24 മെഗാ പിക്സലിലാണ് അത് സേവ് ആവുന്നത്. ഓക്കെ, അതും 48 മെഗാ പിക്സലിൻ്റെ സെൻസറിൽ. സാധാരണ വലിയ മെഗാ പിക്സലുള്ള ക്യാമറാസിലൊക്കെ, അതായത് സ്മാർട്ട് ഫോൺ ക്യാമറാസിലൊക്കെ S23 Ultra എത്രയാ 50-70 MB മേളിൽ ഒരു ഫോട്ടോയുടെ സൈസ് വരുന്നുണ്ട്. അവിടെ ഉള്ളപ്പോഴാണ് ഈ 48 മെഗാ പിക്സലിൽ തന്നെ അവർ 24 മെഗാ പിക്സലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് ക്രോപ്പ് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഐഫോൺ തരുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേയധികം ഫങ്ഷനാലിറ്റീസ് ആ ഒരു ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ല പ്രോപ്പറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. മെയിനായിട്ടും ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് പോർട്രേറ്റ് ഉണ്ടല്ലോ, പോർട്രേറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ ഐഫോണിൽ കൊടുത്തിട്ടുണ്ട് 15 Proയിലും മാക്സിലും. അപ്പോൾ അതെന്തായാലും നല്ലൊരു അവാർഡ് തന്നെയാണ്. പിന്നെ സാംസങ് S23 കാര്യം പറയുകയാണെങ്കിൽ സൂമിങ്ങിനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. 200 മെഗാ പിക്സൽ ഉണ്ട്, ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ സൂം ചെയ്ത് കളിക്കാൻ നല്ല രസമാണ്, നല്ലൊരു അടിപൊളിയാണ് സൂമിങ് ഒക്കെ. പക്ഷേ എങ്കിലും അതൊരു എന്താ പറയുക, എപ്പോഴും യൂസ് ചെയ്യാൻ വലിയ സുഖമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ആളുടെ വീഡിയോയിൽ നമുക്ക് കുറേയധികം അവാർഡ്സിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ബിഗ് സ്മാർട്ട് ഫോൺ, ബിഗ് കോക്ബാറ്റ് സ്മാർട്ട് ഫോൺ, പിന്നെ ദ വാല്യൂഡ് അവാർഡ്, ബെസ്റ്റ് ബാറ്ററി, പിന്നെ ഡിസൈൻ അവാർഡ്, ബെസ്റ്റ് ഫോൾഡബിൾ. എന്തായാലും OnePlus ഓപ്പൺ ആവാനാണ് ചാൻസ്, കാരണം അത് അടിപൊളി സ്മാർട്ട് ഫോണാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബാക്കിയും കൂടി ഉണ്ട്. മോസ്റ്റ് ഇംപ്രൂവ്ഡ്, പിന്നെ ബെസ്റ്റ് ഓഫ് ദി ഇയർ, അതായത് ഏറ്റവും മോശമായിട്ടുള്ള സ്മാർട്ട് ഫോൺ, അത് നമുക്കിപ്പോൾ നോക്കാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഫോൺ ഓഫ് ദി ഇയർ. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പൊട്ടയായിട്ടുള്ള സ്മാർട്ട് ഫോൺ ഏതാണെന്ന് നോക്കാം. ആൾ കൊടുത്തിട്ടുള്ള അവാർഡിൽ ഇവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ദി ഇയർ. ഓക്കെ, one of these phones on this desk is going to win worst new phone, but there was one bad phone. ഓക്കെ, ബാഡ് ഫോണാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഏതായിരിക്കും? ഫോൺ ആണോ ഇതൊക്കെ? ഏത് ബ്രാൻഡ്? സാഗ സൊളോന ഫോണോ? ഇതൊക്കെ ഇന്ത്യയിലില്ലാത്ത ബ്രാൻഡാണ്, നമുക്കിത് ഒഴിവാക്കിയേക്കാം. ഞാൻ വിചാരിച്ച വല്ല iPhone SE പറ്റി പറയാനായിരിക്കുമായിരുന്നു. ഏതോ ക്രിപ്റ്റോ ഫോൺ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്ക് വലുതായിട്ട് ചിന്തിക്കേണ്ട, കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും ഇല്ല. സോ ഓക്കെ, നമുക്ക് അത് ഒഴിവാക്കാം. പിന്നെ ആൾ കൊടുത്തിട്ടുള്ള ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ, ഞാൻ പറയുന്നത് OnePlus ഓപ്പൺ ആണെന്നാണ്. ഇനി നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഏതെങ്കിലും ഫോൾഡബിൾസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, OnePlus ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ OnePlus ഓപ്പൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ചോയ്സാണ്, കാരണം എല്ലാം കൊണ്ടും ക്യാമറസിലായിക്കോട്ടെ, ഡിസ്പ്ലേ ടെക്കും ആ ഒരു ഫോൾഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ നോക്കുമ്പോൾ OnePlus ഓപ്പൺ ബെസ്റ്റാണ് സാംസങ്ങിനേക്കാളും. സാംസങ്ങിൽ നമുക്ക് മെയിനായിട്ട് ആ ഒരു 1 year എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇതിൽ കിട്ടില്ല, കളർ ഓയസ് ആണ്. പക്ഷേ എങ്കിലും ആ ഒരു ഫോം ഫാക്ടറിൽ ഇത് പ്രോയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് MKBHDയുടെ അവാർഡ്സൊക്കെ ഏകദേശം അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ആ ഒരു ഫോൺ ഓഫ് ദി ഇയർ മാത്രം ഇഷ്ടപ്പെട്ടില്ല. Pixel 8 Pro ഫോൺ ഓഫ് ദി ഇയർ അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചാനൽ നോക്കാം. അടുത്ത് നമ്മുടെ മിസ്റ്റർ ബൂസ്റ്റ് ദ ബോസ് ആണ്. ആളുടെ കണ്ടൻറ്റും അതുപോലെ തന്നെ ചാടി നിൽക്കുന്ന കണ്ടൻറ്റാണ്, പൊളിയാണ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല, മേക്കിംഗ് ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഫോൺ ഓഫ് ദി ഇയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, ആപ്പിളും സാംസങ് തന്നെയാണ് ഇവിടെ പറയുന്നത്, പിക്സലും പറയുന്നുണ്ട്. ഓക്കെ, ഫോൺ ഓഫ് ദി ഇയർ ഇപ്പം നമുക്ക് നോക്കാം ആരായിരിക്കും. വീണ്ടും സാംസങ് S23 പൊക്കി വയ്ക്കുന്നുണ്ട്, അൾട്ര. ഓക്കെ, നമുക്ക് നോക്കാം ഏതാ ബെസ്റ്റ് ഓഫ് ദ ഫോണെന്ന്. പക്ഷേ ഇവിടെയും സാംസങ്, എനിക്ക് തോന്നുന്നു സാംസങ് ആണെന്ന് തോന്നുന്നു
ഫോൺ ഓഫ് ദി ഇയർ ആൾക്ക് സാംസങ്ങിൻ്റെ ആ ഒരു ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ സാംസങ് ഡിവൈസ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. കുറേ അധികം കസ്റ്റമൈസേഷൻ ഉണ്ട്. ഓക്കെ, അടിപൊളിയാണ്. S23 Ultra'യുടെ ഫ്രണ്ട് ക്യാമറയുടെ വിഷയമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബോസിന് ഫോൺ ഓഫ് ദി ഇയർ ആയിട്ട് തോന്നിയത് S23 Ultra ആണ്. വേറെ ഒരു ഫോണും കൂടി ഉണ്ടെന്ന് 2 അവാർഡായിട്ടും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ iPhone 15 Pro Maxനും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ശീലമല്ല ഒരു അവാർഡ് 2 പേർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതും പറയാൻ പാടാ, ശരിയല്ലേ? S23 Ultra'യ്ക്കും ഫാൻസ് ഉണ്ട്, അതുപോലെ തന്നെ iPhone 15 Pro'നും ഫാൻസ് ഉണ്ട്. രണ്ടും നല്ലതാണെന്നും പറയുന്നവരുണ്ട്, ചീത്തയാണെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അവാർഡ് ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടാണ്. അതുകൊണ്ടായിരിക്കാം 2 പേർക്കും കൊടുത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൾക്ക് iPhone 15 Pro Maxും S23 Ultra'യാണ് ഫോൺ ഓഫ് ദി ഇയർ ആയിട്ട് തന്നിട്ടുള്ളത്. അത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. കാരണം 2023 ഇറങ്ങിയത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസസ് ആണ് ഈ രണ്ടെണ്ണം. ഓക്കെ, കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ആളിവിടെ ടൈം സ്റ്റാമ്പ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് നമുക്ക് തപ്പിയെടുക്കാൻ. ഓക്കെ, എന്തായാലും നോക്കാം. അടുത്ത് നമ്മൾ രണ്ടാമത് പറയുന്നത് ബെസ്റ്റ് ഫോൾഡബിൾസ് ആണ്. ഇവിടെ ബെസ്റ്റ് ഫോൾഡബിൾസ് പറയുന്നുണ്ടോ? ബെസ്റ്റ് ഫോൾഡബിൾ ആണ്. ഓക്കെ, അപ്പം മിസ്റ്റർ ബോസിനും ബെസ്റ്റ് ഫോൾഡബിൾ ആയിട്ട് തോന്നിയത് OnePlus Open തന്നെയാണ്. ബെസ്റ്റാണ്. ഓക്കെ, നല്ല ഫോൺ തന്നെയാണ്. മറ്റേ ഫോൾഡബിൾ ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല, കുറ്റമൊന്നും. 8 Gen 3 നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ സ്പെക്ക്, സെവൽ ബ്ലേഡിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, കൊള്ളാം. പിന്നെ മിസ്റ്റർ ബോസിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിരുന്നു നോക്കാം ആൾക്ക് തോന്നിയ. ഓക്കെ, ലൂസേഴ്സ് നമുക്ക് നോക്കാം ഏതാണ് ഏറ്റവും മോശമായിട്ടുള്ള 2023 ഏറ്റവും മോശമായിട്ടുള്ള ഫോൺ തോന്നുന്നത്. അതിലൂടെ ഓക്കെ സ്പൂണാണ് കൊടുക്കുന്നത് അവാർഡിന് പകരം. ഓക്കെ, iPhone SE. ഏത് iPhone SE? ഓക്കെ, 3rd Gen iPhone SE ആയിരിക്കും ഉദ്ദേശിച്ചത്. A15 Bionic ചിപ്പായിട്ട് വരുന്നത്. ഓക്കെ, അത് മോശമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം ഡിസ്പ്ലേ ടെക്ക് മോശമാണ്, പഴയ ടെക്കാണ്. പക്ഷേ ചിപ്പ് സെറ്റ് നല്ലതാണ്. A15 Bionic അത്ര മോശമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമല്ല, അടിപൊളിയായിട്ടുള്ള ചിപ്പാണ്. പിന്നെ ക്യാമറ മോശമാണ്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ 2nd generation iPhone SEയിലാണ്. ഓക്കെ, അതിൻ്റെ ക്യാമറ തന്നെ കഷ്ടപ്പാടാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ iPhone SE 2023 ഒരു ബെസ്റ്റ് ചോയ്സ് അല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ iPhone SE എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒഴിവാക്കുക. അതിന് ഭേദം iPhone 12 സ്റ്റാർട്ട് ചെയ്യാം. iPhone 11 ഇനി 11 സീരീസ് നോക്കണ്ട, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. 12ൻ്റെ മുകളിലേക്ക് നോക്കിക്കോ, അതായിരിക്കും നല്ലത്. ഫോൺ ഓഫ് ദി ഇയറും ബെസ്റ്റ് ഫോൾഡബിളും അതുപോലെ തന്നെ വേസ്റ്റ് സ്മാർട്ട് ഫോണും നമ്മളിവിടെ കണ്ടു. ഇനിയിപ്പോൾ കാണാനുള്ളത് ബെസ്റ്റ് ക്യാമറ ഫോൺ. ഓക്കെ, ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണ്? ഇനിയിപ്പോൾ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ക്യാമറാസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതാണ്. ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെയും കുറേ വലിച്ചു നീട്ടലുണ്ട്. യെസ്, ഇവിടെയും ക്യാമറ ഫോണായിട്ട്, അതായത് ബെസ്റ്റ് ക്യാമറ ഫോണായിട്ട് ആൾക്ക് തോന്നിയത് iPhone 15 Proയുടെ ക്യാമറയാണ് ഇഷ്ടപ്പെട്ടത്. 15 Pro Maxൻ്റെ ബെസ്റ്റ് ക്യാമറ ഫോൺ ആവാനുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iPhone ക്യാമറ. പക്ഷേ എങ്കിലും സാംസങ് S23 അവിടെ ഉണ്ട്, നല്ല ഓപ്ഷനാണ്. സൂമിങ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല ഈ അവാർഡ് ഐഫോൺ കൊടുത്തതിന്. ഇപ്പം 3 കവറായി, ഇത് മതി, ബാക്കിയൊക്കെ വലിച്ചു നീട്ടലാണ്. ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ, അതായത് പ്രതാപ് ജി ടെക്കിൻ്റെ ആ ഒരു സ്മാർട്ട് ഫോൺ അവാർഡ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ആളുടെ വീഡിയോ 6 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, 6 മിനിറ്റ് 43 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ പ്രതാപ് ജി ടെക്കിൻ്റെ ഫോൺ ഓഫ് ദി ഇയർ ആണ് ഇനി പറയാൻ പോകുന്ന ആൾ. നോക്കാം. ഓക്കെ, ഇവിടെയും iPhone 15 Pro Maxും S23 Ultra'യാണ് ബെസ്റ്റ് ഫോൺ, അതായത് ഫ്ലാഷിപ്പ് ഫോണായിട്ട് എടുത്തിട്ടുള്ളത്. ഫ്ലാഷിപ്പ് ഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ ഓഫ് ദി ഇയർ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒറ്റൊരു അവാർഡ് 2 സ്മാർട്ട് ഫോണും ഷെയർ ആയിട്ട് എടുക്കുവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബെസ്റ്റ് ഫോൾഡബിൾ ആളുടെ ഏതാണെന്ന് നോക്കാം. ബെസ്റ്റ് ഫോൾഡബിൾ ഇവിടെ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഫോൾഡബിൾസിന് പകരം ബെസ്റ്റ് ഇന്നോവേറ്റീവ് സ്മാർട്ട് ഫോൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മിക്കവാറും OnePlus ഓപ്പൺ ആവാനാണ് ചാൻസ്, എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ആളിവിടെ Galaxy C Fold 5 ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ചോയ്സാണ്. പക്ഷേ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, OnePlus ഓപ്പൺ ആണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്.
ഇപ്പോൾ നിങ്ങളൊരു സാംസങ് ഇക്കോ സിസ്റ്റത്തിലുള്ളവരാണെങ്കിൽ എന്തായാലും Z Fold 5 നോക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം സാംസങ്ങിൻ്റെ വാച്ച്, സാംസങ്ങിൻ്റെ മറ്റേ ബഡ്സ്, സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ്, മറ്റേ ബുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും Z Fold 5 നല്ലൊരു ഓപ്ഷനാണ്. അതായത് ആ ഒരു വൺ യുടെ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അതൊരു മാറ്റമില്ല. പിന്നെ അതിൻ്റെ ക്യാമറസും അടിപൊളിയാണ്. പക്ഷേ ആ ഒരു ഫോൾഡബിൾസിൻ്റെ ആ ഒരു ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ല. അത്യാവശ്യം ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ഫോൾഡബിൾസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് അത്ര നല്ലൊരു കാര്യമല്ല. കുറേയധികം കംപ്ലയിൻറ്റ്സ് വരാനും പിന്നെ പൊടിയും കല്ലും മണ്ണൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് അതിൻ്റെ ഇന്നർ ഡിസ്പ്ലേ അൾട്രാ തിൻ ഗ്ലാസ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരിക. അവിടെയാണ് OnePlus ഓപ്പൺ വന്നിട്ടുള്ളത്. അവിടെ സാംസങ്ങിൻ്റെ ആ ഒരു Z Fold 5 അത്രയുള്ള ഗ്യാപ്പൊന്നും ആ ഒരു OnePlus ഓപ്പൺ അടയ്ക്കുമ്പോഴുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ഡ്യൂറബിൾ ആയിരിക്കും. പിന്നെ ആ ഒരു ഇൻ ഹാൻഡ് ഫീലും അടിപൊളിയാണ്. അപ്പോൾ പ്രതാപ് ജി ബ്രോയ്ക്ക് ഫേവറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടും തോന്നിയത് Z Fold 5 ആണ്. ഇനിയിപ്പം 2023 ഏറ്റവും മോശമായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ വേസ്റ്റ് ഫോണോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഫോണൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്കിലും ആൾ കൊടുത്തിരിക്കുന്ന അവാർഡൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പം ഈ ഒരു ഡിവൈസസ് ഒക്കെയാണ് അവാർഡ്സിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ ക്രിയേറ്റേഴ്സിനും അവരുടെ യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ആ ഒരു അവാർഡ് കൊടുത്ത്. അവരൊക്കെ പ്രോ ആൾക്കാരാണ്, നമ്മളൊക്കെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം അവരെയൊക്കെ കണ്ടു തന്നെയാണ് നമ്മളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. അപ്പോൾ എങ്കിലും ഞാൻ പറഞ്ഞില്ല, ആ MKBHD ആ ഒരു പിക്സലിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ ഓഫ് ദി ഇയർ അത് മാത്രമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടായിരുന്നത്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, കാരണം Pixel 8 Pro അവാർഡ് അതായത് ഫോൺ ഓഫ് ദി ഇയർ ഒന്നും പറയാനുള്ള സംഭവമൊന്നും അല്ല. ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ, കുറേ AI സംഭവങ്ങൾ, നല്ല സോഫ്റ്റ്വെയർ, നല്ല ക്യാമറ. പക്ഷേ ഹാർഡ്വെയറിലേക്ക് വരുമ്പോൾ പിന്നെയും അവിടെ വൻ വിഷയമാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും അങ്ങനെ 2023 സ്മാർട്ട് ഫോൺ അവാർഡ്സ് അങ്ങനെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട് ഡിസംബർ അവസാനിക്കാൻ. അപ്പോൾ ഇനിയും പല ക്രിയേറ്റേഴ്സും സ്മാർട്ട് ഫോൺ അവാർഡ്സ് എന്തായാലും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ മെയിൻ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.